Hi children, today we are going to discuss the poem Lines Written in Early Spring by William Wordsworth in exam point of view. Okay, exam point of view വേർഡ്സ്വർത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കവിത ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, ഇതാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Now let's familiarize the poetic devices in each stanza. ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റൈമിംഗ് വേർഡ്സിനെ കുറിച്ചാണ്. റൈമിംഗ് വേർഡ്സ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നന്നായി പരിചയപ്പെട്ടതാണല്ലോ. അപ്പം the words ending with the same sounds are called rhyming words. ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകളാണ് റൈമിംഗ് വേർഡ്സ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒന്നാമത്തെ സ്റ്റാൻസയിൽ റൈമിംഗ് വേർഡ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ്, മൈൻഡ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1, 3 ലൈനുകളും 2, 4 ലൈനുകളുമാണ് റൈം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റൈം സ്കീമായിട്ട് വരുന്നത് എ ബി ആണ്. ഈ കവിതയുടെ മൊത്തം റൈം സ്കീം എ ബി ആണ്. എല്ലാ സ്റ്റാൻസയിലും റൈം സ്കീം എ ബി ആണ്. അപ്പോൾ റൈം സ്കീം ചോദിച്ചാൽ എ ബി എഴുതണം. റൈമിംഗ് വേർഡ്സ് ചോദിച്ചാൽ 1, 3 വരിയിലെ ലാസ്റ്റ് വേർഡും 2, 4 വരിയിലെ ലാസ്റ്റ് വേർഡും എഴുതുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അതിൽ ഓഡിറ്ററി ഇമേജ് ഉണ്ട്. ഓഡിറ്ററി ഇമേജ് ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. നമ്മുടെ കേൾവിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് കേൾക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഇമേജസാണ്, കാവ്യബിംബങ്ങളാണ് ഓഡിറ്ററി ഇമേജ്. ഇവിടെ കവി തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. അത് ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിളാണ്. മറ്റൊന്ന് വിഷ്വൽ ഇമേജാണ്. ഗ്രോവ്, അതായത് നമുക്ക് ഒരു കാണുന്ന ഇഫക്റ്റ് ഉണ്ടാക്കും. വിഷ്വൽ ഇമേജ്. ഗ്രോവ്, ഇവിടെ തോപ്പ്, ആ ഗാർഡൻ, അയാളിരിക്കുന്ന സ്ഥലം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രോവ്. അപ്പോൾ ആ ഒരു ഗാർഡൻ അല്ലെങ്കിൽ ഒരു തോപ്പിൻ്റെ ചിത്രം നമുക്ക് മനസ്സിൽ വരും. അങ്ങനെ ഒരു ചിത്രം മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ടാകുമ്പോൾ അതെന്താണ്? വിഷ്വൽ ഇമേജാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗർ ഓഫ് സ്പീച്ച് പെർസോണിഫിക്കേഷനാണ്. എന്താണ് പെർസോണിഫിക്കേഷൻ? പെർസോണിഫിക്കേഷൻ ഈസ് എ പോയറ്റിക് ഡിവൈസ് ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു എ നോൺ ഹ്യൂമൻ. അതായത് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് മനുഷ്യനല്ലാത്തതിന് കൊടുക്കുന്നതാണ്. അതാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പെർസോണിഫിക്കേഷൻ എക്സാമ്പിളായിട്ട് വരുന്നത് ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. ഹെർ, പ്രകൃതിയെക്കുറിച്ചാണ്. ഹെർ എന്നതൊരു സ്ത്രീയുടെ ക്വാളിറ്റിയാണ്. സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു സ്ത്രീയെക്കുറിച്ചുള്ളൊരു കാര്യം, ആ ഒരു ക്വാളിറ്റി പ്രകൃതിക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കവി ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്താണ്? പെർസോണിഫിക്കേഷനാണ്. ഓക്കെ, മറ്റൊന്ന് അല്ലിട്രേഷനാണ്. അല്ലിട്രേഷൻ എന്ന് വെച്ചാൽ കൺസണൻ്റ് സൗണ്ട്സ്, കൺസണൻ്റ് ശബ്ദങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ ഒരേ വരിയിൽ തന്നെ അടുത്തടുത്ത് വരുന്നതാണ് അല്ലിട്രേഷൻ. ഇവിടെ അണ്ടർലൈൻ ചെയ്ത എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക്. മ ശബ്ദങ്ങൾ അടുത്തടുത്ത് വന്നിരിക്കുന്നു. തൊട്ടടുത്തല്ലെങ്കിൽ ഒരേ വരിയിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. അത് അല്ലിട്രേഷനാണ്. മ ശബ്ദം ഏതാണ്? വ്യഞ്ജനാക്ഷരമാണ്, കൺസണൻസ് ആണ്. അതേപോലെ തന്നെ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മ ശബ്ദങ്ങൾ മാനിലും ആവർത്തിച്ച് വന്നിരിക്കുന്നു. ശബ്ദങ്ങളാണ്, ലെറ്റേഴ്സ് അല്ല. ഇങ്ങനെ ശബ്ദങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൺസണൻസ് ശബ്ദങ്ങൾ ആവർത്തിച്ചു വരുന്നതാണ്
അല്ലിട്രേഷൻ. ഓക്കെ, അടുത്തത് റൈമിംഗ് വേർഡ്സ് ആണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് റൈമിംഗ് വേർഡ്സ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ ലിങ്ക്, തിങ്ക്, റാൻ, മാൻ. റൈമിംഗ് സ്കീം AB, AB. ഓക്കെ, ലൈൻ നമ്പർ 9 to 12 ഈ ഭാഗത്ത് വരുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സ്റ്റാൻസ 3. മൂന്നാമത്തെ സ്റ്റാൻസയിൽ റൈമിംഗ് വേർഡ്സ് പവർ, ഫ്ലവർ, റീഡ്സ്, ബ്രീത്ത്സ്. ഇത് വളരെ ഈസിയാണ്. അടുത്തത് വിഷ്വൽ ഇമേജസ് ആണ്. തേർഡ് സ്റ്റാൻസയിൽ വരുന്ന വിഷ്വൽ ഇമേജസ്. വിഷ്വൽ ഇമേജസ് നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ ഐസുമായിട്ട് ബന്ധപ്പെട്ടാണ്, കാണുന്ന എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. പ്രിംറോസ്, ടെഫ്സ്, ഗ്രീൻ ബവർ, പെരിവിങ്കിൾ, ഫ്ലവർ, എക്സെട്ര. ഇതൊക്കെ വിഷ്വൽ ഇമേജസ് ആണ്. അടുത്തത് അൾഫാക്ടറി ഇമേജസ് ആണ്. ഒൾഫാക്ടറി ഇമേജ് എന്ന് വെച്ചാൽ സുഗന്ധം, സ്മെൽ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ നോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമുക്ക് സ്മെൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ആ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നതെല്ലാം ഒൾഫാക്ടറി ഇമേജസ് ആണ്. ഇവിടെ ഈ പൂക്കൾ, പ്രിംറോസ്, പെരിവിങ്കിൾ, ഫ്ലവർ, ഇതൊക്കെ ഒരു പൂവിൻ്റെ ഒരു സ്മെൽ, നമുക്കത് കാണാനും സാധിക്കുന്നുണ്ട്, അത് സ്മെൽ ചെയ്യാനും സാധിക്കും. ഓക്കെ, അതുകൊണ്ടത് വിഷ്വൽ ഇമേജസിലും ഒൾഫാക്ടറി ഇമേജസിലും പെടുത്താനായിട്ട് സാധിക്കും. മറ്റൊന്ന് പേഴ്സോണിഫിക്കേഷനാണ്. നേരത്തെ പറഞ്ഞതാണ്, മനുഷ്യൻ്റെ ക്വാളിറ്റീസ് മനുഷ്യനല്ലാത്തതിന് കൊടുക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. ഇവിടെ പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളായിട്ട് വരുന്നത് എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ് എന്ന് വെച്ചാൽ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ബ്രീത്ത്സ് എന്ന് പറയുന്നത് ബ്രീതിങ്, മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടൊരു ക്വാളിറ്റി ആണല്ലോ. അപ്പോൾ അത് ആർക്ക് കൊടുക്കുകയാണ്? അവിടെ പൂക്കൾക്കൊക്കെ കൊടുക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. അവിടെ ആ ക്വാളിറ്റി പൂക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ് എന്നത് പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിളാണ്. അടുത്തത് അസോണൻസ് ആണ്. എന്താണ് അസോണൻസ്? വവ്വൽ ശബ്ദങ്ങൾ, സ്വരാക്ഷരങ്ങൾ അടുത്തടുത്ത് വരുന്നതാണ്. നേരത്തെ വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്നത് അലിട്രേഷനാണ്. അതേപോലെ സ്വരാക്ഷരങ്ങൾ അടുത്തടുത്ത് ഒരു വരിയിൽ തന്നെ വരുന്നതാണ് അസോണൻസ്. ഇവിടെ റെഡിങ്കിൽ മാർക്ക് ചെയ്ത ലെറ്റേഴ്സാണ് അസോണൻസിന് എക്സാമ്പിൾ. ഇവിടെ റെഡ് ലെറ്റേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, റെഡ് ഇങ്കിൽ മാർക്ക് ചെയ്ത ലെറ്റേഴ്സ്, അതെന്താണ്, എന്തിന് എക്സാമ്പിളാണ്? അസോണൻസിന്. അതായത് സ്വരശബ്ദങ്ങൾ ഇടവിട്ട് വരുന്നതാണ് ഒരേ ലൈനിൽ തന്നെ, അതിനെയാണ് അസോണൻസ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻസയിൽ അസോണൻസിന് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. സ്റ്റാൻസ 4 റൈമിംഗ് വേർഡ്സ് പ്ലേഡ്, മെയ്ഡ്, മെഷർ, പ്ലഷർ. വിഷ്വൽ ഇമേജസ് ആയിട്ട് ഈ സ്റ്റാൻസയിൽ വരുന്നത് ബേർഡ്സ്. മറ്റൊന്ന് അല്ലിട്രേഷനാണ്. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡിൽ റെഡ് ലെറ്ററിൽ അടയാളപ്പെടുത്തിയ മ ശബ്ദങ്ങൾ, മോഷനിലെയും മെയ്ഡിലെയും ആ ശബ്ദങ്ങൾ അടുത്തടുത്ത് ഒരേ വരിയിൽ വരുന്നു. അതുകൊണ്ട് അവിടെ അത് അല്ലിട്രേഷന് എക്സാമ്പിളാണ്. ഓക്കെ, സ്റ്റാൻസ 5 റൈമിംഗ് വേർഡ്സ് ആയിട്ട് വരുന്നത് ഫാൻ, ക്യാൻ, എയർ, ദർ. ഇവിടെയും നമുക്ക് വിഷ്വൽ ഇമേജസ് കാണാം. ബഡിങ് ട്വിഗ്സ്. മറ്റൊന്ന് ഫാൻ. ഫാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇലകളാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇലകളാണ്. മറ്റൊന്ന് പോയറ്റിക് ഡിവൈസസ് ആയിട്ടുള്ളത് ടാക്റ്റൈൽ ഇമേജാണ്. ടാക്റ്റൈൽ ഇമേജിന് എക്സാമ്പിൾ വരുന്നത് ബ്രീസി എയർ ആണ്. ടാക്റ്റൈൽ ഇമേജ് എന്ന് വെച്ചാൽ നമുക്ക് സ്പർശനത്തിൻ്റെ ഒരു എഫക്റ്റ് വരുന്നതാണ്, നമ്മൾ ടച്ച് ചെയ്യുന്നത് പോലെ, തലോടുന്നത് പോലെ. അപ്പോൾ ബ്രീസി എയർ എന്ന് പറഞ്ഞാൽ മന്ദമാരുതൻ, ആ ഇളം കാറ്റ് നമ്മൾ തലോടുന്ന ഒരു എഫക്റ്റ്. അതുകൊണ്ടത് ടാക്റ്റൈൽ ഇമേജിന് എക്സാമ്പിളാണ്. ഓക്കെ ചിൽഡ്രൻ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അടുത്തത്
സിക്സ്ത് സ്റ്റാൻസയാണ്, അവസാനത്തെ സ്റ്റാൻസ. ഇവിടെ റൈമിംഗ് വേർഡ്സ് സെൻറ്റ്, ലാമൻറ്റ്, പ്ലാൻ, മാൻ. ഇവിടെ വിഷ്വൽ ഇമേജസ് ആയിട്ട് വരുന്നത് ഹവൺ, നേച്ചർ, മാൻ. ഇതൊക്കെ വിഷ്വൽ ഇമേജിന് എക്സാമ്പിൾസാണ്. അതേസമയം ഓഡിറ്ററി ഇമേജും ഉണ്ട്. ലാമൻറ്റ്, വിലപിക്കുക, അത് കേൾക്കുന്നൊരു ഇഫക്റ്റാണ്. വിലാപം, കരച്ചിൽ കേൾക്കുന്ന ഇഫക്റ്റാണ്. അതുകൊണ്ടത് ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിളാണ്. ഇനി മറ്റൊരു പോയറ്റിക് ഡിവൈസസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലിട്രേഷനാണ്. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻറ്റ്. ബ് ശബ്ദങ്ങൾ അടുത്തടുത്ത് വന്നതുകൊണ്ട് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻറ്റ്, അത് ബ് ശബ്ദങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അല്ലിട്രേഷൻ എക്സാമ്പിളായിട്ട് എടുത്ത് പറയാം. ചോദിച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എടുത്തെഴുതിയിട്ട് ആ ശബ്ദങ്ങൾ വരുന്ന വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു നല്ല അപ്രിസിയേഷൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിതയുടെ അപ്രിസിയേഷനിലൂടെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ കവിതയുടെ പേരൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത്. അടുത്തതായിട്ട് കവി എന്താണ് ഈ കവിതയിൽ പറയുന്നതെന്ന പ്രധാനപ്പെട്ട പോയിൻ്റ് എഴുതാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അപ്രിസിയേഷൻ്റെ ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിക്കാം. The poem Lines Written in Early Spring, which celebrates the relation between man and nature, is written by the most celebrated poet of nature, വില്യം വേർഡ്സ്വർത്ത്. പ്രകൃതിയുടെ കവി എന്ന പേരിൽ ഏറെ ആഘോഷിക്കപ്പെടുന്ന ഏറെ പ്രശസ്തനായ വില്യം വേർഡ്സ്വർത്താണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിത രചിച്ചിരിക്കുന്നത്. The poet rejoices in the sight and sounds of nature, and at the same time laments on what man has made of man. കവി പ്രകൃതിയിലെ ശബ്ദങ്ങളും കാഴ്ചകളും എല്ലാം ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ മനുഷ്യനോട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിലപിക്കുകയും ചെയ്യുകയാണ്. The poet talks about the coexistence in the world of nature and exposes the disharmony and cruelties in the human world. പ്രകൃതിയുടെ ലോകത്തെ കോഎക്സിസ്റ്റൻസ് മീൻസ് സഹവർത്തിത്വം, അതിനെക്കുറിച്ചാണ് കവി സംസാരിക്കുന്നത്. ജീവജാലങ്ങളും ചെടികളും പൂക്കളും എല്ലാം പരസ്പരം സഹവർത്തിത്വത്തിലാണ്. മനുഷ്യലോകത്തെ ക്രൂരതകളെയും അനൈക്യത്തെയും എടുത്തു പറയുകയാണ് കവിയുടെ. The poet once sits in a grove in a very calm and relaxed mood. ഒരിക്കൽ വളരെ സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു കവി. He hears lots of various sounds and songs and sees many pleasant sights. വ്യത്യസ്ത ശബ്ദങ്ങളും പാട്ടുകളും കേൾക്കുകയും ഒരുപാട് സന്തോഷം നിറഞ്ഞ കാഴ്ചകൾ കാണുകയും ചെയ്യുന്നു. He finds peace of mind and becomes much pleased in the songs of birds and music of the woods. ഇതിലെല്ലാം കവിക്ക് മനഃശാന്തത അനുഭവപ്പെടുകയാണ്. At the same time, some painful thoughts come into his mind and he becomes sad. അതേസമയം ചില വിഷമം നിറഞ്ഞ ചിന്തകൾ കവിയുടെ മനസ്സിനെ ദുഃഖത്തിലാക്കുന്നു. He sees the primrose and periwinkle make wreaths in the bowather. വ്യത്യസ്തങ്ങളായ പെരിവിങ്കിൾ, പ്രിംറോസ് ഇതൊക്കെ ഫ്ലവേഴ്സാണ്. ഇവയെല്ലാം ഒരു വെള്ളിക്കുടിലിൽ മനോഹരമായ പുഷ്പചക്രം തീർത്തിരിക്കുന്നു. He believes that every flower enjoys the air it breathes. അവിടെയുള്ള ഓരോ പൂക്കളും ഓരോ നിശ്വാസവും ആസ്വദിക്കുന്നതായിട്ട് കവി വിശ്വസിക്കുന്നു. The birds around him express their thrill of pleasure by hopping and playing in the grove.
ആ തോപ്പിൽ പക്ഷികളെല്ലാം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് തുള്ളിച്ചാടിയും കളിച്ചുകൊണ്ടുമാണ്. He also notices the budding twigs spread out their tender leaves to catch the breezy air. അവിടെയുള്ള ഇളം ശിഖരങ്ങളെല്ലാം തന്നെ, ബഡിങ് ട്വിഗ്സ് മീൻസ് ഇളം ശിഖരങ്ങൾ, തളിരിലകളൊക്കെ ഇളംകാറ്റിൻ്റെ തലോടലേൽക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. In short, the poet sees thrilling sights, hears pleasant songs in everything he looks at in the grove, and he experiences the utmost pleasure in the world of nature. ചുരുക്കത്തിൽ ആ തോപ്പിൽ ഓരോ കാഴ്ചകളിലും കേട്ട ഓരോ പാട്ടുകളിലും പ്രകൃതിയുടെ അറ്റ്മോസ്റ്റ് പ്ലഷർ, അതിയായ സന്തോഷം കവി ആസ്വദിക്കുകയാണ്. They create discord and disharmony and fight and kill themselves. All these wrongdoings are against the holy plan of nature. Discord, lack of harmony. Disharmony means അനൈക്യം, ഫൈറ്റ്, യുദ്ധം. ഇങ്ങനെ യുദ്ധവും അനൈക്യവും ഒക്കെ കാണിച്ച് എല്ലാവരും പരസ്പരം കൊന്നൊടുക്കുകയാണ്. ഈ തെറ്റായ ചെയ്തികളെല്ലാം, റോങ് ഡൂയിങ്സ് എല്ലാം തന്നെ പ്രകൃതിയുടെ ഹോളി പ്ലാനിന് എതിരാണെന്നാണ് കവിയുടെ പറഞ്ഞു വരുന്നത്. ഈ കവിതയുടെ അപ്രിസിയേഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഭാഗത്ത് കവിതയ്ക്ക് മൊത്തത്തിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പോയറ്റിക് ഡിവൈസസ് എല്ലാം ഉദാഹരണ സഹിതം നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. The poem becomes much appealing because of the sublimity of its theme and beauty of lines and the abundant use of various poetic devices. Sublimity of theme means ആശയത്തിൻ്റെ ഉത്കൃഷ്ടത. ആശയത്തിൻ്റെ ഉത്കൃഷ്ടത കൊണ്ട് തന്നെ വളരെ എപ്പീലിംഗ് മീൻസ് ആസ്വാദ്യകരമാണ്. വരികളുടെ മനോഹാരിതയും പോയറ്റിക് ഡിവൈസസ് അബുണ്ടൻ്റായിട്ട്, ധാരാളമായിട്ട് ഉപയോഗിച്ചതുകൊണ്ടും വളരെ ആസ്വാദ്യകരമാണ്. The poet uses hyperbole when he says that he heard 1,000 blended notes. 1000 ശബ്ദം, heard 1,000 blended notes. ഇതൊരു അതിശയോക്തി പ്രയോഗമാണ്. അങ്ങനെ പറയുന്നതിന് ഹൈപ്പർബിലി എന്ന് പറയാം. അതൊരു പോയറ്റിക് ഡിവൈസസ് ആണ് ഹൈപ്പർബിലി. കവി ഇവിടെ ഉപയോഗിച്ചതും ഹൈപ്പർബിലിയാണ്. അത് ഓഡിറ്ററി ഇമേജും കൂടിയാണ്. He addresses nature as a person and calls it her. പ്രകൃതിയെ ഒരു മനുഷ്യ സ്ത്രീയായി കണ്ടുകൊണ്ട് ഹെർ എന്നാണ് അഡ്രസ് ചെയ്യുന്നത്. He makes the flowers breathe the air and makes the tender leaves of budding twigs catch the breezy air. All these are perfect examples of personification. Personification എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് വിശദീകരിച്ചു തന്നാണ്. അപ്പോൾ ഇവിടെ പൂക്കളെ ശ്വാസമെടുപ്പിക്കുന്നു, അതായത് ഫ്ലവേഴ്സ് ബ്രീത്ത് ദ എയർ, ടെൻഡർ ലീവ്സ് ഓഫ് ബഡിങ് ട്വിഗ്സ് ക്യാച്ച് ദ ബ്രീസി എയർ. ഇതെല്ലാം പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾസ് ആണ്. ഹ്യൂമൻ ക്വാളിറ്റീസ് നോൺ ഹ്യൂമൻ കൊടുക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ കവി പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്നു. A beautiful instance of the alliteration can be seen in the line, "What man has made of man." What man has made of man എന്ന വരിയിൽ alliteration കാണാം. The poem ends with a rhetorical question, "Have I not reason to lament what man has made of man?" ഇവിടെ കവിത അവസാനിക്കുന്നത് ഒരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യനോട് കൂടിയാണ്. Have I not reason to lament what man has made of man? ഒരു പ്രത്യേകിച്ച് ഒരു ഉത്തരവും ഇല്ലാത്ത ചോദ്യങ്ങളാണ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. അത്തരം ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത്. An example of the auditory image is there in I heard 1,000 blended notes. ഇവിടെ heard 1,000 blended note എന്നത് ഓഡിറ്ററി ഇമേജ് ആണ്. The breezy air brings to our mind tactile image. ബ്രീസി എയർ എന്നത് ടാക്ടൈൽ ഇമേജാണ്. നമുക്ക് സ്പർശനം അനുഭവപ്പെടും.
നമ്മൾ തലോടുന്ന ഒരു ഫീലാണ്. സം വിഷ്വൽ ഇമേജസ് ആർ ഫ്ലവേഴ്സ്, പ്രിംറോസ്, പെരിവിങ്കിൾ, ബേർഡ്സ്, ഗ്രോവ്, പവർ, ബഡിങ് ടിക്സ് എക്സെട്ര. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? വിഷ്വൽ ഇമേജിന് എക്സാമ്പിളാണ്. ദ പോയം ഈസ് കംപ്രൈസ്ഡ് ഓഫ് 6 ക്വാട്രെയിൻസ്. 4 വരി വീതമുള്ള ഒരു സ്റ്റാൻസൊക്കെയാണ് ക്വാട്രെയിൻ എന്ന് പറയുന്നത്. 4 ലൈൻ സ്റ്റാൻസ. അങ്ങനെയുള്ള 6 സ്റ്റാൻസകൾ അടങ്ങിയതാണ് ഈ കവിത. വിത്ത് റൈം സ്കീം AB. കവിതയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് AB എന്ന റൈം സ്കീമാണ്. ഓക്കെ ചിൽഡ്രൻ, എല്ലാവർക്കും ഈ അപ്രിസിയേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവരും ഈ അപ്രിസിയേഷൻ നല്ല രീതിയിൽ പഠിച്ച് എഴുതി നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Now let's discuss the difficult questions. What does the expression I sat reclined indicate the poet's state of mind? ഇവിടെ I sat reclined ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കവിയുടെ മാനസികാവസ്ഥ എന്താണ്? The poet is in a blissful state. കവി ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണെന്നാണ്. കവി വളരെ സന്തോഷത്തിലാണ്. ഓക്കെ. Why does the poet feel sad while reclining in the grove? ആ ഗ്രോവിൽ ചാരിയിരിക്കുമ്പോൾ, തോപ്പിൽ ചാരിയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദുഃഖിതനായി കാണപ്പെട്ടത്? Because there are sad thoughts in his mind. കവിയുടെ മനസ്സിൽ ചില വിഷമങ്ങൾ വന്നിരുന്നു. അതുകൊണ്ടായിരുന്നു കവി ദുഃഖിതനായി കാണപ്പെട്ടത്. Third question. And much it grieved my heart to think what man has made of man. What do these lines convey? മനുഷ്യനോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കവി വളരെയധികം ദുഃഖിതനായി കാണപ്പെടും. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? The poet describes the unnatural aspects of nature. അൺനാച്ചുറലായിട്ടുള്ള, നാച്ചുറൽ അല്ലാത്ത, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കവി ഇവിടെ പറയുന്നത്. വാസ്, സ്ട്രൈഫ് ആൻഡ് ഗ്രീഫ്, യുദ്ധം, കലഹം, ദുഃഖം, വിച്ച് ലീഡ് ടു ഹ്യൂമൻ സഫറിങ് ആൻഡ് അൺഹാപ്പിനെസ്. അതൊക്കെ എന്തിലേക്ക് നയിക്കുകയാണ്? മനുഷ്യൻ്റെ സന്തോഷമില്ലായ്മയിലേക്കും ദുരിതത്തിലേക്കും നയിക്കുന്നതാണ് ഈ യുദ്ധവും സ്ട്രൈഫും ഗ്രീഫും ഒക്കെ. അതാണ് മനുഷ്യനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. Question number 4. What makes the poet think that every flower enjoys its existence? ഓരോ പൂക്കളും അതിൻ്റെ നിലനിൽപ്പ് ആസ്വദിക്കുന്നുണ്ട് എന്ന് കവി പറയാൻ കാരണമെന്ത്? ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആർ ഇൻ പെർഫെക്റ്റ് ഹാർമണി. ഇവിടെ എല്ലാ വ്യത്യസ്ത പൂക്കളും നല്ല ഐക്യത്തിലാണ്. ഉദാഹരണത്തിന് ദ പ്രിംറോസ് ആൻഡ് പെരിവിങ്കിൾ ഗ്രോ ആൻഡ് എക്സിസ്റ്റ് ഇൻ ഹാർമണി. പ്രിംറോസ് എന്ന് പറഞ്ഞ പൂവും പെരിവിങ്കിൾ പൂവും എല്ലാം ഒരേ വള്ളിക്കുടിലിൽ പടർന്നു പിടിച്ച് നല്ല ഐക്യത്തിൽ കഴിയുന്നുണ്ട്. അതൊക്കെ പ്രകൃതിയിലെ മറ്റെല്ലാ ഒബ്ജക്ട്സും നല്ല സന്തോഷത്തിലാണ്. മറ്റെല്ലാ പൂക്കളും ചെടികളും എല്ലാം തന്നെ, മനുഷ്യനൊഴികെയുള്ള എല്ലാം തന്നെ നല്ല ഹാർമണിയിലാണ്, നല്ല ഐക്യത്തിലും സന്തോഷത്തിലുമാണെന്ന് സ്ഥാപിക്കുകയാണ് കവിയുടെ. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ പോയറ്റ് അസോസിയേറ്റ് ഹിംസെൽഫ് വിത്ത് നേച്ചർ? കവി പ്രകൃതിയായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയത്? ദ പോയറ്റ് ബിലീവ്സ് ദാറ്റ് ഹ്യൂമൻ സോൾ ആൻഡ് നേച്ചർ ആർ സ്ട്രോങ്ലി അസോസിയേറ്റഡ്. കവി വിശ്വസിക്കുന്ന എന്താണ്? മനുഷ്യാത്മാവും പ്രകൃതിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ദ ഹ്യൂമൻ സോൾ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ ഫെയർ വർക്ക്സ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ നല്ല വർക്ക്സ് കൊണ്ട്, പ്രകൃതിയുടെ എല്ലാ നല്ല പ്രവൃത്തികളിലും മനുഷ്യാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഒരു വിശ്വാസം കവിക്കുണ്ട്. 6th one. വാട്ട് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ? എന്താണ് പ്രകൃതിയുടെ പാവനമായ പദ്ധതി? ഹോളി പ്ലാൻ എന്താണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് മാൻ വർക്ക് അഗെയിൻസ്റ്റ് ഇറ്റ്? മനുഷ്യൻ എങ്ങനെയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്? എവറിത്തിങ് ഇൻ നേച്ചർ ഷുഡ് ലിവ് ഇൻ ഹാർമണി. പ്രകൃതിയിലെ എല്ലാം തന്നെ നല്ല ഐക്യത്തിൽ ജീവിക്കണം. അതാണ് പ്രകൃതിയുടെ ഹോളി പ്ലാൻ. മാൻ ഡസ് നോട്ട് റിയലൈസ് ദ പ്ലാൻ ഓഫ് നേച്ചർ. ഈ പ്ലാൻ തിരിച്ചറിയാത്തത് മനുഷ്യനാണ്. മനുഷ്യൻ അതിനെതിരെ പ്രവർത്തിക്കുകയാണ്.
ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഈ പോയത്തിൽ അപ്രിസിയേഷൻ എങ്ങനെ എഴുതാം എന്ന് പരിചയപ്പെട്ടു. ഇതിലെ എല്ലാ പോയറ്റിക് ഡിവൈസസും നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിഷമമുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നന്നായി പഠിച്ചെടുക്കുക, നന്നായി മനസ്സിലാക്കുക. എല്ലാ പോയറ്റിക് ഡിവൈസസും വ്യക്തമായി മനസ്സിലാക്കി ക്ലിയർ ചെയ്യണം. ഈ വീഡിയോ അതിന് നിങ്ങൾക്ക് സഹായിക്കുമെന്ന് വിശ്വാസത്തോടെ നിർത്തട്ടെ. താങ്ക് യു.